മനുഷ്യചരിത്രത്തിലെ ഏറ്റവും അസാധാരണവും നിഗൂഢവുമായ പുരാതന സംസ്കാരങ്ങളിൽ ഒന്നാണ് മായൻ നാഗരികത. ഇന്നത്തെ മെക്സിക്കോ, ഗ്വാട്ടിമാല, ബെലീസ്, ഹോണ്ടുറാസ്, എൽസാൽവഡോർ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിലും പർവ്വതങ്ങളിലും ആഴത്തിൽ വികസിച്ച മായന്മാർ വാസ്തുവിദ്യ, ഗണിതം, ജ്യോതിശാസ്ത്രം, എഴുത്ത്, സമ്പന്നമായ പുരാണങ്ങൾ എന്നിവയാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു നാഗരികത സൃഷ്ടിച്ചു. അവരുടെ കഥ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിൽക്കുന്നു. നേട്ടങ്ങൾ, വെല്ലുവിളികൾ, ഇന്നും തുടരുന്ന ഒരു പാരമ്പര്യം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. മായയുടെ വേരുകൾ BC 2000-ങ്ങളിൽ ചെറിയ കാർഷിക ഗ്രാമങ്ങൾ ചോളം, പേർ, സ്ക്വാഷ്, കൊക്കോ എന്നിവ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ഈ ആദ്യകാല കർഷകർ പതുക്കെ ആചാരപരമായ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഒബ്സിഡിയൻ, ജേഡ്, തൂവലുകൾ, ഉപ്പ് തുടങ്ങിയ വിലയേറിയ വസ്തുക്കൾ വ്യാപാരം ചെയ്യുകയും ചെയ്യുന്ന സംഘടിത സമൂഹങ്ങളായി പരിണമിച്ചു. AD 250-ഓടെ ചരിത്രകാരന്മാർ അവരുടെ ക്ലാസിക് കാലഘട്ടം എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിലേക്ക്, അവരുടെ നാഗരികതയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് മായന്മാർ പ്രവേശിച്ചു. ഈ സമയത്ത് ഈ മേഖലയിലുടനീളം ഡസൻ കണക്കിന് ശക്തമായ നഗര സംസ്ഥാനങ്ങൾ ഉയർന്നുവന്നു. ഓരോന്നും സ്വന്തം രാജാവ് ഭരിച്ചു. ടിക്കാൽ, പാലൻക്യൂ, കോപ്പൻ, കാലക്മുൽ, ഉക്സ്മൽ തുടങ്ങിയ നഗരങ്ങൾ മതം, രാഷ്ട്രീയം, വ്യാപാരം, കല എന്നിവയുടെ കേന്ദ്രങ്ങളായി മാറി. മായന്മാരുടെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് അവരുടെ വാസ്തുവിദ്യയായിരുന്നു. ലോഹ ഉപകരണങ്ങൾ, ചക്രങ്ങൾ, ഭാരം വഹിക്കാൻ വലിയ മൃഗങ്ങൾ എന്നിവയില്ലാതെ അവർ വലിയ കല്ല് പിരമിഡുകൾ, കൊട്ടാരങ്ങൾ, നിരീക്ഷണാലയങ്ങൾ, ബോൾ കോർട്ടുകൾ, വിപുലമായ പ്ലാസകൾ എന്നിവ നിർമ്മിച്ചു. പുരോഹിതന്മാർ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ആകാശം നിരീക്ഷിക്കുകയും അവരുടെ ദൈവങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ക്ഷേത്രങ്ങളായി പിരമിഡുകൾ പലപ്പോഴും പ്രവർത്തിച്ചു. മായന്മാർ അവരുടെ നഗരങ്ങളുടെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകൾ, മാർക്കറ്റുകൾ, സങ്കീർണമായ റോഡ് സംവിധാനങ്ങൾ എന്നിവയും നിർമ്മിച്ചു. ഇടതൂർന്ന കാടുകളിൽ കൂറ്റൻ ഘടനകൾ നിർമ്മിക്കാനുള്ള അവരുടെ കഴിവ്, നിർമ്മാണം, ആസൂത്രണം, ജ്യോതിശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള അവരുടെ അറിവ് എത്രത്തോളം പുരോഗമിച്ചുവെന്ന് കാണിക്കുന്നു. മായന്മാരുടെ ജീവിതത്തിൽ ജ്യോതിശാസ്ത്രം ഒരു പ്രധാന പങ്ക് വഹിച്ചു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയുടെ ചലനം അവർ അസാധാരണമായ കൃത്യതയോടെ നിരീക്ഷിച്ചു. ഉത്സവങ്ങൾ, കാർഷിക ഋതുക്കൾ, ഗ്രഹണങ്ങൾ പോലും പ്രവചിക്കുന്ന വിശദമായ കലണ്ടറുകൾ സൃഷ്ടിക്കാൻ ഈ ധാരണ അവരെ സഹായിച്ചു. ഏറ്റവും പ്രശസ്തമായത് ലോങ് കൗണ്ട് കലണ്ടറാണ്. ഇത് കാലചക്രങ്ങളെ അളക്കുകയും ആധുനിക പോപ്പ് സംസ്കാരത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പല നാഗരികതകളും അത് കണ്ടെത്തുന്നതിന് വളരെ മുമ്പുതന്നെ 0 എന്ന ആശയം ഉൾപ്പെടെയുള്ള വിപുലമായ ഗണിതശാസ്ത്രവും മായന്മാർ ഉപയോഗിച്ചിരുന്നു. സമയം കണക്കാക്കാനും കൃത്യമായി വിന്യസിച്ച കെട്ടിടങ്ങൾ നിർമ്മിക്കാനും വിശദമായ ജ്യോതിശാസ്ത്ര ചാർട്ടുകൾ സൃഷ്ടിക്കാനും അവരുടെ ഗണിതശാസ്ത്ര പരിജ്ഞാനം അവരെ അനുവദിച്ചു. ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്ന മായൻ എഴുത്ത് സമ്പ്രദായമായിരുന്നു മറ്റൊരു അവിശ്വസനീയമായ നേട്ടം. പുരാതന അമേരിക്കയിലെ പൂർണ്ണമായും വികസിതമായ ഒരേയൊരു എഴുത്ത് സമ്പ്രദായമായിരുന്നു ഇത്. ചരിത്രം, രാജകീയ രക്തബന്ധങ്ങൾ, യുദ്ധങ്ങൾ, മതപരമായ കഥകൾ, ശാസ്ത്രീയ അറിവ് എന്നിവ രേഖപ്പെടുത്താൻ മായന്മാർ ഇത് ഉപയോഗിച്ചു. അവരുടെ രചനകൾ സ്റ്റെലെ എന്നറിയപ്പെടുന്ന ശിലാസ്മാരകങ്ങളിൽ കൊത്തിയെടുത്തതും മൺപാത്രങ്ങളിൽ വരച്ചതും കോഡിക്കുകൾ എന്നറിയപ്പെടുന്ന പുറംതൊലി പേപ്പർ പുസ്തകങ്ങളിൽ എഴുതിയതുമായിരുന്നു. സ്പാനിഷ് അധിനിവേശ സമയത്ത് നിരവധി കോഡിക്കുകൾ നശിപ്പിക്കപ്പെട്ടെങ്കിലും അവശേഷിക്കുന്ന ഗ്രന്ഥങ്ങൾ അവരുടെ ലോകത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ നമുക്ക് നൽകുന്നത് തുടരുന്നു. മതം മായ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളെയും രൂപപ്പെടുത്തി. പ്രപഞ്ചത്തിന് 3 പാളികളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. മുകളിലുള്ള ആകാശം, ഭൗമിക ലോകം, സിബാൽബ എന്നറിയപ്പെടുന്ന അധോലോകം. അവരുടെ ദൈവങ്ങൾ സൂര്യൻ, മഴ, ചോളം, കൊടുങ്കാറ്റുകൾ തുടങ്ങിയ പ്രകൃതിശക്തികളെ പ്രതിനിധീകരിക്കുന്നു. മായ ഭരണാധികാരികളെ ദൈവങ്ങൾ തിരഞ്ഞെടുത്തവരായി കണക്കാക്കി മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥരായി സേവിച്ചു. ആചാരങ്ങളിൽ വഴിപാടുകൾ, ചടങ്ങുകൾ, ആത്മീയ പ്രാധാന്യമുള്ളതും ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പോരാട്ടത്തെ പ്രതീകപ്പെടുത്തുന്നതുമായ പ്രശസ്തമായ മായൻ ബോൾ ഗെയിം എന്നിവ ഉൾപ്പെടുന്നു. അവരുടെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും മായന്മാർ കാര്യമായ വെല്ലുവിളികളെ നേരിട്ടു. ഏകദേശം 9 നൂറ്റാണ്ടിൽ തെക്കൻ താഴ്ന്ന പ്രദേശങ്ങളിലെ പല പ്രധാന നഗരങ്ങളും നിഗൂഢമായി ഉപേക്ഷിക്കപ്പെട്ടു. വരൾച്ച, അമിത ജനസംഖ്യ, യുദ്ധം, രാഷ്ട്രീയ അസ്ഥിരത എന്നിവ മൂലമാണ് ഈ തകർച്ച സംഭവിച്ചതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും മായൻ ജനത ഒരിക്കലും അപ്രത്യക്ഷരായില്ല. ചിച്ചൻ ഇറ്റ്സ, മായാപാൻ, തുലം തുടങ്ങിയ വടക്കൻ നഗരങ്ങൾ നൂറ്റാണ്ടുകളായി അഭിവൃദ്ധി പ്രാപിച്ചു. 1500-കളിൽ സ്പാനിഷുകാർ എത്തിയപ്പോൾ മായന്മാർ ഇപ്പോഴും സജീവമായിരുന്നു, പക്ഷേ ചെറിയ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. സ്പാനിഷ് ഭരണത്തിനെതിരായ അവരുടെ ചെറുത്തുനിൽപ്പ് കഠിനമായിരുന്നു. ഈ പ്രദേശം പൂർണ്ണമായും കീഴടക്കാൻ ഏകദേശം 170 വർഷമെടുത്തു. എന്നിട്ടും കീഴടക്കിയതിനു ശേഷവും മായ സംസ്കാരം അതിജീവിച്ചു. ഇന്ന് ദശലക്ഷക്കണക്കിന് മായ പിൻഗാമികൾ മധ്യ അമേരിക്കയിലുടനീളം താമസിക്കുന്നു. അവരുടെ പരമ്പരാഗത ഭാഷകൾ സംസാരിക്കുകയും അവരുടെ ആചാരങ്ങൾ പാലിക്കുകയും അവരുടെ പുരാതന സ്വത്വം സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവരുടെ പിരമിഡുകൾ, കലാസൃഷ്ടികൾ, ശാസ്ത്രം, പുരാണങ്ങൾ എന്നിവ ലോകമെമ്പാടുമുള്ള ഗവേഷകർ, സഞ്ചാരികൾ, കഥാകൃത്തുക്കൾ എന്നിവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മായൻ സംസ്കാരം മനുഷ്യന്റെ സർഗാത്മകതയുടെയും ബുദ്ധിശക്തിയുടെയും പ്രതിരോധശേഷിയുടെയും ശക്തമായ പ്രതീകമായി തുടരുന്നു.